എന്ത് സമാധാനമാണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുവാനും ഈ പ്രകൃതിയെ ആസ്വദിക്കുവാനും. പണ്ടാരോ പറഞ്ഞതുപോലെ ഭൂമിയുടെ കവിതകൾ ഒരിക്കലും മരിക്കുന്നില്ല. പ്രകൃതി എപ്പോഴും ആത്മാവിൻ്റെ നിറങ്ങൾ ധരിക്കുന്ന പോലെ ഇവിടുത്തെ ഓരോ ഇലയും ശരത്കാല മരത്തിൽ നിന്ന് എന്നോട് ആനന്ദം പറയുന്നു. ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും, കാരണം ഞാൻ ഇന്ന് മരിക്കാൻ പോവുക. ഒന്ന് നോക്കുവാണെങ്കിൽ ഞാനും ഈ പക്ഷികളും ഒരുപോലെയാണ്. അത് മനുഷ്യൻ നിർമ്മിച്ച കൂട്ടിലും ഞാൻ എൻ്റെ മനസ്സ് നിർമ്മിച്ച കൂട്ടിലുമായി എന്നേക്കുമായി അകപ്പെട്ടിരിക്കുന്നു. പറക്കാൻ ചിറകുണ്ട്, പക്ഷെ പറക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇന്നത്തെ ബമ്പർ ലോട്ടറി എടുക്കാം. ഇന്നത്തെ ബമ്പർ. സാറേ, ഒരു ലോട്ടറി എടുക്കോ? സാറേ, ഒരു ലോട്ടറി എടുക്കോ? ഇന്നത്തെ ഭാഗ്യം അത് സാറിനുള്ളതാ. എന്നെ കണ്ട ഭാഗ്യമുള്ള ഒരാൾക്ക് തോന്നുന്നുണ്ടോ? അതിനെനിക്ക് കാണാൻ കഴിയില്ലല്ലോ സാറേ, പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് കാണാൻ കഴിയും. സാറ് നല്ലൊരു മനുഷ്യനാ, അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ സാറ് വന്നത്. എത്ര ടിക്കറ്റ്? 50 രൂപ. ഇത് കൂടുതലുണ്ടല്ലോ സാറേ, എൻ്റെ കയ്യിലാണേ ചില്ലറയില്ല. സാരമില്ല, എനിക്കിനി പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ളവരാരെന്ന ചോദ്യത്തിന് എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. അത് കരയാൻ കഴിയുന്നവരാണ്. എനിക്കതിന് സാധിക്കുന്നില്ല. ഉള്ളിൽ സങ്കടം ഒരു കടൽ പോലെ ഇരുമ്പുമ്പോഴും പുറത്തേക്കൊരു തുള്ളി പോലും ഒഴുകുന്നില്ല. എൻ്റെ വേദനകൾ നിശബ്ദമായിരിക്കുന്നു. ആ നിശബ്ദത എന്നെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകയാണ്. സത്യത്തിൽ കരുണ തീർക്കാൻ കഴിയുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എറ്റേണൽ സൺഷൈൻ ഓഫ് ദി സ്പോട്ട്ലെസ് മൈൻഡ് സിനിമയിലെ പോലെ എൻ്റെ ഓർമ്മകളെല്ലാം ഒന്ന് മായ്ച്ചു കളയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ആ ഓർമ്മകളില്ലാത്ത ലോകത്ത് ഞാൻ കൂടുതൽ സമാധാനമുള്ള മനുഷ്യനായിരുന്നേനെ.
പക്ഷേ ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ നടുവിലും ഞാൻ എത്രത്തോളം ഒറ്റപ്പെട്ടവനാണെന്ന് ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു. കൂടെ ആരുമില്ലാത്തതല്ല ഏകാന്തത. കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ ഇനി ഒരിക്കലും വരില്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ഏകാന്തത. നാളെ ഞാനില്ലെങ്കിൽ ഒരിക്കലെങ്കിലും കടൽക്കരയിൽ നിൽക്കുമ്പോൾ എന്നെ ഓർക്കണം. കാരണം ഈ ലോകത്ത് ശബ്ദമില്ലാതെ തകർന്നു പോയ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്